വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ദിനത്തിനായി കാത്തിരിക്കുന്ന ഈ നിമിഷം മുതൽ നാം മനുഷ്യനിൽ ആശ്രയിക്കരുതെന്നും അഹങ്കാരം കൈവിടഞ്ഞ് ദൈവത്തിൻ്റെ മാർഗത്തിൽ മാത്രം ചരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്ന വേദഭാഗമാണ് യേശയ്യാ 2-ാം അധ്യായം 17 മുതൽ 19, 22 തിരുവചനങ്ങൾ. മനുഷ്യൻ്റെ അഹങ്കാരത്തിന് അറുതി വരും, ഗർവിഷ്ഠൻ വിനീതനാക്കപ്പെടും. അന്ന് കർത്താവ് മാത്രം ഉയർന്നു നിൽക്കും, വിഗ്രഹങ്ങൾ നിശേഷം തകർക്കപ്പെടും. ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കാൻ കർത്താവ് വരുമ്പോൾ ഉജ്ജ്വല പ്രഭാവത്തിൻ്റെ ഭീതിദായകമായ ദർശനത്തിൽ നിന്ന് മനുഷ്യർ പാറയിടുക്കുകളിലും ഗുഹകളിലും ഓടിയൊളിക്കും. മനുഷ്യനിൽ ഇനി വിശ്വാസമർപ്പിക്കരുത്. അവൻ ഒരു ശ്വാസം മാത്രം, അവൻ എന്ത് വിലയുണ്ട്? നമ്മുടെ പാപാവസ്ഥകളാൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെക്കുറിച്ച് ധ്യാനിച്ച് നമുക്ക് അപേക്ഷിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ മരിച്ചതിന് ശേഷം തൻ്റെ ഹൃദയത്തിൽ ശേഷിച്ചിരുന്ന രക്തത്തുള്ളികളും ഞങ്ങളെ പ്രതി ചിന്തി തൻ്റെ അളവില്ലാത്ത സ്നേഹത്തെ കാണിപ്പാൻ ഒരു കുന്തത്താൽ അങ്ങേ തിരുഹൃദയം കുത്തപ്പെടുവാൻ തിരുമനസ്സായല്ലോ. താൻ അനുഭവിച്ച ആ കഠോര മുറിവിനെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ദുഷ്ടാഗ്രഹങ്ങളെ നീക്കി പുണ്യാഗ്രഹങ്ങളെ ഉളവാക്കി ഇതുവരെയും ഞങ്ങൾ ചെയ്ത സകല പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്ന് അങ്ങേ കോപത്തെ നീക്കിയരുളേണമേ. ആമേൻ.